ഹലോ ഗൈസ്, അപ്പോൾ ഒരു വട്ടം ഇട്ടിനിട്ട് കണ്ടാലോ. അങ്ങനെ രാവിലെ എണീറ്റ് കണ്ണടയുടെ മുമ്പേ നിന്ന് ചിരിയൊക്കെ പാസ്സാക്കി അങ്ങനെ നമ്മൾ നേരെ വെച്ച് വിട്ടു അടുക്കളയിലോട്ട്. അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ്സൊക്കെ എടുത്ത് ചായയൊക്കെ ഒഴിച്ചു. അങ്ങനെ നേരെ വന്ന് ചായ കുടിക്കാൻ നേരത്ത് സമാധാനമായിട്ട് കുറച്ച് നേരെ ഇരുന്ന് ചായ കുടിക്കണം, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ദോശയും പുള്ളിക്കറിയും സാമ്പാറും, അപ്പോൾ അതും കൂട്ടി കഴിച്ച് പിന്നെ ഒരു പാലും കുടിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്ന ഒരു 11 മണിയൊക്കെ ആയപ്പം ആര്യകുട്ടനും പപ്പായ വേണമെന്നും പറഞ്ഞ് അങ്ങനെ പപ്പായയ്ക്ക് അടിയും കൂടി പപ്പായൊക്കെ കണ്ടിച്ച് ആര്യകുട്ടനും കൊടുത്ത് അതിൽ നിന്ന് ഞാനും ഇവിടെ എടുത്തു. അങ്ങനെ ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടപ്പോൾ ആര്യകുട്ടതോ എൻ്റെത് അടിച്ചു മാറ്റി അമ്മയെന്നും പറഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മൾ 1 മണിയൊക്കെ ആയപ്പോൾ ചോറ് കഴിക്കാനായിട്ട് റെഡിയായി. അങ്ങനെ ചോറിൻ്റെ കൂടെ ചീരത്തോരൻ, നെത്തൊലി പൊരിച്ചത്, കാരൽ തേങ്ങ അരച്ച് വെച്ചത്, പിന്നെ അയിലക്കറി, പിന്നെ ഒരു വൻപയർ തോരൻ. അപ്പോൾ ഇത്രയും കൂട്ടി നമ്മളിതാ ചോറും കഴിച്ചു. പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തു. അപ്പം 3:30 ആയപ്പോൾ ആര്യകുട്ടൻ സ്കൂൾ വിട്ട് വന്നു. ആ നേരം ആയപ്പം അവന് വേണ്ടിയിട്ട് നമുക്കും വേണ്ടിയിട്ട് മടക്കപ്പം ഉണ്ടാക്കി ചായയാണ് ഇടുന്നത്, പക്ഷേ ഈ പാല് കാച്ചി. അപ്പോൾ അതുമൊക്കെ കഴിച്ച് പിന്നെ രാത്രിക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി. കുറേ ദിവസമായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചപ്പാത്തിയും മുട്ട പൊരിച്ചതും രാവിലത്തെ പുളിയും മുളകും കറിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.